ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടിനിവാസികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. തങ്ങൾ താമസിക്കുന്ന കുടികൾക്കു ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട്. കൃഷിഭൂമിക്കും സംരക്ഷണം നൽകണമെന്നാണ് ഗോത്ര ജനതയുടെ ആവശ്യം. അത് വേണ്ടെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലം വരെ വേലി ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിൽ വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത അടയാളം ഇല്ലാതെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം പോകും. ആയതുകൊണ്ട് കുടിമേഖലയ്ക്ക് മാത്രമാണെങ്കിൽ വേണ്ട ഇന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞ് നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് സർവേർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ വെള്ളത്തിൽ കയറ്റി അവരുടെ സ്ഥലം എല്ലാം കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തിൽ 6 കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ ബാക്കി ഈ റേഷൻ കട തൊട്ട് കുടി മാത്രം ഇങ്ങനെ കടത്തി സിംഗിങ്ങാണ്ട് മേഖലയ്ക്ക് കടത്തിവിടാൻ വേണ്ടി അവർ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് അതാണെങ്കിൽ വേണ്ട. ഇപ്പം ഞങ്ങൾ ആദ്യത്തെ കാണിച്ച സ്ഥലത്തെ വേലി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങളുടെ കൃഷി മേഖലയും ഞങ്ങൾക്ക് സൂക്ഷിച്ച് നിൽക്കാം, ഞങ്ങളുടെ കുടിയും ഞങ്ങൾക്ക് സൂക്ഷിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞു. കാണിക്കുടിയിൽ ഇതുവരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. കുടിയിൽ മാത്രമായി വേലി ഒതുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കണമെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പെൻഷൻ കിട്ടേണ്ട ആവശ്യമില്ല. കാരണം കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നവർക്ക് ആനയുടെ ശല്യം ഇതുവരെ ഞങ്ങൾ ഒരു കാവൽ ഷെഡ് പോലും കാണിച്ചിട്ടില്ല. കൃഷി കളഞ്ഞാൽ പോലും ഞങ്ങളിതുവരെ ഒരു പരിഹാരമൊന്നും വാങ്ങിയിട്ടില്ല. കാരണം നമുക്ക് പട്ടയം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് മിക്കുമ്പോൾ നന്നായിരിക്കും. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്തെങ്കിലും കൈവശ രേഖയില്ലാതെ ഇത് കാലകാലങ്ങളായിട്ടൊക്കെ നിങ്ങൾക്കൊന്നുമില്ല, സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞേ വിടുന്നുള്ളൂ. ഇതുവരെ ഒരു രേഖ തരുന്നില്ല. ഇപ്പോൾ ഒന്ന് രേഖ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ രേഖ കൊടുക്കാൻ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇരിക്കുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ. 2003 ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ 47 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും നശിപ്പിക്കപ്പെട്ടു. കാട്ടാന ശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം, ചെമ്പകത്തൊഴുകുടി, സിംഗുകണ്ടം, BL റാം മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് ഒരുക്കാൻ വനം വകുപ്പ് പദ്ധതി ഒരുക്കിയത്. പന്തടികളത്ത് 5ഉം BL റാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക. കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ 301 കോളനിയെ നേരത്തെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതോടൊപ്പമാണ് കൃഷിഭൂമിക്കും പദ്ധതി വഴി സംരക്ഷണം നൽകുന്നില്ലെന്ന ആരോപണവുമായി ചെമ്പകത്തൊഴു കുടിനിവാസികളും രംഗത്തെത്തിയിരിക്കുന്നത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.